ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എന്നാക്കേണ്ട വിശേഷം? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഹാഫ് ഡേ ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു, നമ്മുടെ ദേര ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഫിഷൊക്കെ മേടിക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. അപ്പോഴാണ് ഈ ഹാഫ് ഡേ അങ്ങ് ഒത്തു വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ കൂട്ടിയിട്ട് ദേര മാർക്കറ്റിലേക്ക് പോകാനുള്ളൊരു പ്ലാനിലാണെന്ന്. അപ്പോൾ അതിലൊരു ഫ്രണ്ടിനെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഓടിച്ചാടി വരുന്ന അതാണ് നമ്മുടെ സിൻഡ്രു. അപ്പോൾ സിൻഡ്രുവിനെയും അസ്ലമിനെയും കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ദേര മാർക്കറ്റിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ ദേര ഫിഷ് മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. ഞാൻ സിൻഡ്രുവും കൂടെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്. കുറേ ഫിഷൊക്കെ മേടിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും സിൻഡ്രു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഗൂഢാലോചനയിലായിരുന്നു ഏത് ഫിഷ് മേടിക്കണം എന്നുള്ളത്. മിക്കവാറും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉള്ള ഫിഷെല്ലാം ഞാൻ മേടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനു മുമ്പ് പോയപ്പോഴൊക്കെ എനിക്ക് കാണുമ്പം ഇഷ്ടപ്പെടുന്ന എല്ലാ മീനുകളും ഞാൻ മേടിക്കാറുണ്ടായിരുന്നു. അപ്പം നമ്മളിതിൻ്റെ അകത്ത് കയറിയതേ എല്ലാവരും ചേട്ടന്മാരും നമ്മളെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, മാടി വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞ്. 2 പേരും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അവരെല്ലാം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ അവരുടെ പുറകെ അവരെ വിളിക്കുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാണുന്ന ഫിഷ് എൻ്റെ ഒരു ഫേവറേറ്റ് ഫിഷാണ്. നമ്മുടെ അവിടേക്ക് ഇതിന് പൂത്താലി എന്ന് പറയും മീനിന്. വറുക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് മീനായിരുന്നു അത്. ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ വേറെ കുറേ പ്ലാനുകളുള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ മേടിച്ചില്ല, പെൻഡിങ് വെച്ചു. അടുത്ത തവണ വരുമ്പോൾ മേടിക്കാമെന്ന് വെച്ചു. പിന്നെ അയലയുണ്ട്. അയലക്കൊക്കെ വെറും 5 ദിർഹം ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര വിലക്കുറവായിരുന്നു. പിന്നെ കുറേ ഏതൊക്കെ എനിക്ക് അറിയത്തില്ലാത്ത മീനുകളുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ നീരാളി. കാണുമ്പോൾ തന്നെ എനിക്ക് തൊട്ട് നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് തൊട്ടില്ല. ആ കാണുന്നത് ലോബ്സ്റ്റർ. ഞാൻ വീഡിയോകളിൽ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. വീഡിയോയിലൊക്കെ നമ്മളിങ്ങനെ കാണുന്നതേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ മേടിച്ച് കഴിക്കണം എന്നൊക്കെ വെച്ചു. പിന്നെ ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് മേടിക്കാൻ പോയില്ല. പിന്നെ ഉണ്ടായിരുന്നു കൂന്തൽ. പല ടൈപ്പിലുള്ള കൊഞ്ചുകൾ നല്ല അടുക്കി വെച്ചിരുന്നു. കാണുമ്പം തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും. അതുപോലെ നല്ല ഭംഗിയിൽ അവർ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞണ്ട്, പല കളറിലുള്ള ഞണ്ട്. പിന്നെ ഈ കാണുന്നത് കുറേ അക്വേറിയമാണ്. അക്വേറിയത്തിലൊക്കെ ഇതുകൊണ്ട് ലോബ്സ്റ്ററിനെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഞാനും സിൻഡ്രുവും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ സിൻഡ്രുവിൻ്റെ മോനെ വിളിച്ചിട്ട് അക്വേറിയത്തിലെ ഫിഷ്, അവന് ഭയങ്കര ഫിഷ് ഭ്രാന്തനായതുകൊണ്ട് അവനെ കുറേ ഫിഷൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു സിൻഡ്രു. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് അക്വേറിയത്തിൽ, നമ്മളെ വീട്ടിലൊക്കെ അക്വേറിയത്തിൽ മീനെ പിടിച്ചിട്ട് വയ്ക്കുന്ന പോലെ അതാണെന്ന്. പക്ഷേ സത്യത്തിൽ അതല്ല സംഭവം. ഇവിടെ നമ്മുടെ സാധാ മീൻ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ ഫിഷ് മാത്രമല്ല, ഇവിടെ ഫ്രഷ് ഫിഷും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ലോബ്സ്റ്ററൊക്കെ ജീവനോടെയുള്ള ലോബ്സ്റ്ററിനെ നമുക്ക് പിടിച്ചുകൊണ്ട് പോവാം. മീൻ കൊതിയന്മാരെയൊക്കെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഓരോ സെറ്റപ്പുകൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള മീൻ നമുക്ക് ഇഷ്ടപ്പെട്ട അതിൽ നിന്ന് പെറുക്കിയെടുത്തോണ്ട് പോകുന്നതല്ല, നമുക്ക് ഇഷ്ടത്തിന് ഇവിടെ നിന്ന് മേടിക്കാം. നമുക്ക് ജീവനോടെ ഇതുങ്ങളെ കൊണ്ടുപോയിട്ട് തല്ലിക്കൊന്ന് തിന്നാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ വന്ന് മേടിക്കാം. അതിൻ്റെയൊക്കെ നോട്ടം കാണുമ്പോൾ നമുക്ക് പേടിയായി പോകും. 2 കുഞ്ഞി കണ്ണും വലിയ കൊമ്പും ഒക്കെയാണ്. അങ്ങനെ പിന്നെ അല്ലാതെ അക്വേറിയത്തിലെ മീനുകളെ ഞാൻ കുറേ കണ്ടു. ഇതിൽ കുറേ ഗോൾഡ് ഫിഷ്, എനിക്ക് ഫിഷുകളുടെ ഒന്നും പേരറിയത്തില്ല, പക്ഷെ പല കളറിലുള്ള അടിപൊളി മീനുകളുണ്ടായിരുന്നു. എനിക്കിതൊക്കെ മേടിക്കാൻ തോന്നി. പിന്നെ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ലപോലെ സൂക്ഷിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അതൊക്കെ ചത്തു പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ മേടിക്കാൻ പോലെ. ഇതുകൊണ്ട് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഒരുപാട് അക്വേറിയത്തിലിടാൻ പറ്റിയ ഫിഷുകളുണ്ടായിരുന്നു. എല്ലാത്തിനും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ഞാനും സിൻഡ്രുവും കൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ അക്വേറിയത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങളങ്ങ് കളത്തിലേക്ക് ഇറങ്ങി. നമ്മുടെ ചേട്ടന്മാരെയൊക്കെ ഞങ്ങൾ ചാക്കിലാക്കി കുറച്ച് ഫിഷിൻ്റെ കൂടെയുള്ള വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ 2 ചേട്ടന്മാർ വന്ന് ഞങ്ങൾക്ക് മീനൊക്കെ കൊണ്ട് തന്നു. ഇത് വെച്ച് ഫോട്ടോ എടുത്തോ മക്കളെ എന്നങ്ങ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് ആ ചേട്ടന്മാരുടെ നിന്ന് മീനൊക്കെ മേടിച്ച് കയ്യിൽ പിടിച്ച് കുറച്ച് പ്രഹസനങ്ങളൊക്കെ നടത്തി. മീനിനെ കാണാനൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതിനൊക്കെ എങ്ങനെ വിൽക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. നല്ല പച്ചയും മഞ്ഞയൊക്കെ കളറുള്ള ചിരിച്ചുകൊണ്ടിരിക്കുന്ന മീനുകൾ, പാവങ്ങൾ. അങ്ങനെ ഫൈനലി കുറേ വിലപേശലുകളൊക്കെ നടത്തിയതിന് ശേഷം ഞങ്ങളതേ കുറച്ച് മീനെല്ലാം മേടിച്ച് വെട്ടിപ്പെറുക്കി. അവിടെ വെട്ടാൻ തന്നെ നമ്മുടെ മീൻ വൃത്തിയാക്കാൻ തന്നെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീനെല്ലാം സെറ്റപ്പാക്കി തരും. അങ്ങനെ ആക്കി കൊണ്ടുപോവാണ്. പോകുന്ന വഴിക്ക് ഇതേ അവിടെ കുറേ കാണാൻ വേറെയും കുറേ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. പച്ചക്കറി ആണെങ്കിലും കുറേ ഡ്രസ്സാണെങ്കിലും അല്ലാത്ത ആക്സസറീസും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഞങ്ങൾ 3 പേരും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സിൻഡ്രോ അവിടെ ഒരു ഡ്രസ്സ് സിൻഡ്രോന് ഇഷ്ടപ്പെട്ടത്. ആ സിൻഡ്രോ ഡ്രസ്സുകളൊക്കെ നോക്കി ഓരോന്നും നോക്കിക്കൊണ്ട് പോവുമായിരുന്നു. കുറേ നല്ല നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഡ്രസ്സ് മേടിക്കാനുള്ള പ്ലാൻ ചെയ്ത് പോകാത്തതുകൊണ്ട് അങ്ങനെ മേടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. എങ്കിലും വായി നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, നമ്മൾക്ക് അതിന് കാശൊന്നും കൊടുക്കണ്ടല്ലോ. അങ്ങനെ അവിടെയുള്ള എല്ലാ ഡ്രസ്സുകളും എടുത്ത് സിൻഡ്രോ നോക്കുമായിരുന്നു. ഇതിൽ ഈ പാവാട എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു സ്കേർട്ടായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പം മേടിക്കാനെന്നും പറഞ്ഞ് ഞങ്ങൾ തൽക്കാലം ഇറങ്ങി. സത്യത്തിൽ എനിക്കതിൽ കുറേ ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതേ ആ കാണുന്ന റോസ് ഡ്രസ്സ്, അമ്മയിൽ കാണുന്ന, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഇതെല്ലാം മേടിക്കും. കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ, നല്ല നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നു. പിന്നെ ഇതേ കുറച്ച് നെയ്റ്റിക്കിടുന്ന ഡ്രസ്സുകളുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള കുറേ ബനിയനും പിന്നെ പാൻറ്റും ഒക്കെയുള്ള അങ്ങനത്തെ കുറേ ഡ്രസ്സുകൾ, അങ്ങനെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ഫ്രോക്കുകളും കാര്യങ്ങളൊക്കെ. ഞങ്ങളതെല്ലാം നോക്കി ഇങ്ങനെ ആസ്വദിച്ച് വരികയായിരുന്നു. ഏതായാലും നമ്മൾ ഇറങ്ങിയില്ല. അപ്പോൾ പിന്നെ എല്ലാം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറേ ചിത്രങ്ങളും പെയിൻറ്റിങ്ങുകളും അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആക്സസറീസ് കുറേ ഉണ്ടായിരുന്നു. നമ്മൾ ഓർണമെൻറ്റ്സും കാര്യങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടു. 5 ദർഹമൊക്കെ വരുന്ന അങ്ങനെയൊക്കെ കണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും മേടിക്കാനുള്ള പ്ലാനിൽ വരാത്തതുകൊണ്ട് അതൊന്നും അധികം നോക്കാൻ പോയില്ല. വരുന്ന വഴിക്ക് തന്നെ കണ്ട് വരികയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുവരുന്ന വഴിക്കാണ് നമ്മുടെ സിൻഡ്രോനൊരു ഡ്രസ്സ് കണ്ണിലുടക്കിയത്. ഇതൊരു ഈ ഡ്രസ്സ്, ഈ പല കളറിലുള്ള ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ സിൻഡ്രോന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമാണ്. ഇത് നമ്മുടെ ഇവിടെ അറബികളൊക്കെ ഇടുന്ന അങ്ങനത്തെ കൂട്ടൊരു അബായ, അങ്ങനത്തെ ഒരു ഇതാണ്. ഫ്രോക്ക് പോലെയാണ് ഇരിക്കുന്നത് സംഭവം. പക്ഷെ ഇതൊരു അബായയാണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സിൻഡ്രോ അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതൊക്കെ ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. സിൻഡ്രോനെ അത് സെറ്റ് ചെയ്ത് ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ ഷോപ്പ് കീപ്പർ ചേച്ചി. അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ തലയിൽ അത് സിൻഡ്രോ വെച്ചാണ് കേട്ടോ കടയിൽ വിൽക്കാൻ വെച്ചിരുന്നായിരുന്നു. സിൻഡ്രോ അത് ഇഷ്ടപ്പെട്ടെടുത്ത ആ ചേച്ചി നല്ലൊരു ചേച്ചിയായിരുന്നു. കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ളൊരു ചേച്ചി. കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ സിൻഡ്രോന് ഇഷ്ടപ്പെട്ട ആ ചേച്ചീനെ. അപ്പോൾ ആ കടയിൽ നിന്ന് തന്നെ ഒരു തുപ്പെടുത്ത് ചേച്ചിയുടെ തല വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് തലയിൽ വെച്ച് നോക്കി. അങ്ങനെ സിൻഡ്രോന് ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് നല്ല രസമുണ്ടല്ലേ, നല്ല ഫ്രോക്ക്. സിൻഡ്രോനും ഇഷ്ടമൊക്കെ ആയി. പക്ഷെ വില കുറച്ച് കനത്തിലായിരുന്നു. അതുകൊണ്ട് നമുക്കത് മേടിക്കാൻ പറ്റിയില്ല. അത് കണ്ടിട്ടുള്ള ഞെട്ടിയ എക്സ്പ്രഷനാണ് എൻ്റെ മുഖത്താ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സംഭവം എല്ലാം നമ്മൾ ഇട്ട് നോക്കി. സിൻഡ്രോ എല്ലാം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ ആ വിലയ്ക്ക് നമുക്ക് അഫോർഡബിൾ അല്ലാത്തതിനാൽ നമ്മളത് തിരിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ വെൽ സ്പെൻഡ് ചെയ്തു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ഫിഷ് മാർക്കറ്റിൽ പോകാന്നുള്ളത്. പണ്ട് നമ്മൾ കൊച്ചായിരുന്നപ്പോഴത്തേക്കിനും ഇങ്ങനെ മീൻകാരൻ ചേട്ടൻ വരില്ലായിരുന്നു മോട്ടോർ സൈക്കിളിൽ ഓണൊക്കെ അടിച്ചിട്ട്. അപ്പോൾ എനിക്ക് അന്നും ഞാനിങ്ങനെ ഭയങ്കര കൗതുകത്തോടെ നോക്കിയിരിക്കുമായിരുന്നു. കാരണം എനിക്ക് അന്നും ഫിഷ് കാണുമ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല, അത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം കഴിച്ച് ഞാനും സിൻഡ്രോ ഞങ്ങൾ 3 പേരും കൂടെ തിരിച്ചു പോവുകയാണ്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആ കാണുന്നത് ഒരു കാലത്ത് കടലടക്കി ഭരിച്ചിരുന്ന ക്യൂൻ എലിസബത്ത് എന്ന കപ്പലാണ്.
ഇപ്പോഴിത് വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ തലയെടുപ്പും ഇതൊക്കെ ഒന്ന് കാണണം. അടിപൊളി. അല്ലാതെയും കുറേ ആഡംബര കപ്പലുകളൊക്കെ ഇതാ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അവസാനം നമ്മൾ കരാമയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഞങ്ങൾ തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുന്ന് ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ മേടിച്ച് കഴിച്ചു. ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞാൻ പൊറോട്ട കഴിക്കുന്നത്. അങ്ങനെ കഴിക്കാറില്ല. പിന്നെ സിൻഡ്രു ഞങ്ങളെല്ലാവരും കൂടെ വന്നപ്പോൾ ഇവിടുത്തെ പൊറോട്ട ഭയങ്കര സ്പെഷ്യലാണ്. നല്ല ചൂട് ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട ആയതുകൊണ്ട് ഞാൻ അത് മേടിച്ച് ഞങ്ങൾ 3 പേരും കഴിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുറേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഡേ ഞങ്ങൾ അടിപൊളിയാക്കി. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിൽ തിരിച്ചു വന്നു. ഇപ്പം ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ഇതാണ്. കൂന്തൽ മേടിച്ചു. അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ അടച്ചു വെച്ച്. അതുപോലെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് ഈ കക്കയിറച്ചി. എനിക്ക് ഭയങ്കര സന്തോഷം. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു ഇത് മേടിക്കണം എന്നുള്ളത്. അങ്ങനെ ഇത് രണ്ടും. പിന്നെ ഞാൻ മേടിച്ചത് ആവോലിയായിരുന്നു. അത് ഞാൻ കഴുകി ഫ്രീസറിൽ ഓൾറെഡി കയറ്റി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.